മാണിയുടെ മകൻ എനിക്ക് ചിരി വരുന്നതാണ്. കെ.എം. മാണി എന്ന് പറയുന്ന ആളാണ് ഈ കെ.എം. ജോർജ് കഴിഞ്ഞ ഇതിനകത്ത് ഒരു സീനിയർ നേതാവായിട്ടുണ്ടായിരുന്നത്. അങ്ങേര് മുഖ്യമന്ത്രിയാകുന്നതിനെതിരായിട്ട് അങ്ങേരെ കരയിപ്പിച്ച മനുഷ്യനാണ് ജോസ് കെ മാണി. അവനാണ് കെ.എം. മാണിയുടെ പിതൃത്വം അവകാശപ്പെടാം. അതിന്റെ പിന്തുടർച്ച എങ്ങനെ ശരിയാവും? കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതിന് ചെയർമാനായിട്ട് ജോസ് കെ മാണി എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു ഊളത്തരമാണ്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. മാണി സാറിനെ മുഖ്യമന്ത്രിയായിട്ട് തീരുമാനിച്ച് CPM-ന് CPI-യുടെ അംഗീകാരത്തോടെ മുഖ്യമന്ത്രിയാണെന്ന് തീരുമാനിച്ച് ഞാനും മാണി സാറും കൂടെ എന്നെ കെട്ടിപ്പിടിച്ച് പുള്ളി ഉമ്മൻ തന്ന് നാളെ 9 മണിക്ക് നമുക്ക് കൂടാം, അപ്പം എല്ലാ നേതാക്കന്മാരും കൂടുക എന്ന് പറഞ്ഞ് പിരിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ മാണി സാർ എന്നെ വിളിച്ചു. ചെല്ലാൻ ചന്ദ്രൻ കരഞ്ഞ് നനഞ്ഞ് കുളിച്ച് നിൽപ്പുണ്ട്. ഞാൻ ചെന്നാ മാണി സാർ നമുക്കൊന്ന് മാറ്റി വെക്കണം, ഇന്ന് വേണ്ട. ഞാൻ ചെന്താ വേണ്ടാത്ത കാരണം എന്ന് വെച്ചാൽ നടക്കുകയല്ല, മക്കളെ വഴക്കാം, പിന്നെ മക്കൾ സമ്മതിക്കില്ല, മകനും പെമ്പളെ സമ്മതിക്കുക. അപ്പം ഞാൻ സാറും ഞങ്ങൾ സംസാരിക്കുക, മകനും പെമ്പളയും പുറകെ നിൽക്കുന്നതായി കാണാം, തോറിന് പുറകിൽ. ഞാനത് കഴിഞ്ഞ് തലേ ദിവസം ഇത് സംസാരിച്ച് മാണി സാർ മുഖ്യമന്ത്രി എന്നുള്ള തീരുമാനമെടുത്ത് ഞങ്ങൾ പിരിയുക. ഞാൻ ഇറങ്ങി വന്നപ്പം മാണി സാറിന്റെ ഏറ്റവും ഇഷ്ടക്കാരനായ സിബി എന്നുണ്ട്, പാലായിലുണ്ട് ഇപ്പോഴും, നല്ല മാന്യനായ ഒരു ചെറുപ്പക്കാരൻ. അവൻ എന്നോട് നടക്കാൻ സാറേ. പിറ്റേ ദിവസം രാവിലെ ഇങ്ങനെ മാണി സാർ വിളിച്ച് നടക്കാത്ത സാഹചര്യം വന്നപ്പോൾ എന്നാന്നറിയാൻ വേണ്ടി ആ സിബിയുടെ മുകളിലോട്ട് ഞാൻ സിബി എന്നോട് ഞാൻ ഇന്നലെ സാറിനോട് പറഞ്ഞു നടക്കണം. ഞാൻ വെച്ചാൽ എന്നെ ആ മകനും മകളും ഉള്ളിടത്തോളം ഇങ്ങനെ നടക്കണമെന്ന് പറഞ്ഞു. ചോദിച്ചപ്പോൾ എന്നാന്നറിയോ, പാർലമെന്റ് ഇലക്ഷൻ വരാൻ പോകാണല്ലോ, 6 മാസം ഉള്ളൂ ഞങ്ങൾ ആ ചർച്ചയുമായി. ആ ചർച്ചയിൽ ജോസ് കെ മാണി ഇരുമ്പുരുക്ക് വകുപ്പ് മന്ത്രിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. മിക്കവാറും കിട്ടുകയല്ലേ രാഹുൽ ഗാന്ധിക്ക്. ഈയനം പൊട്ടന്മാരെയൊക്കെ കൂടുതൽ കേരള കൊടുത്ത് കിടക്കുന്ന മനുഷ്യൻ എന്തൊരു പൊട്ടനെ. ഏതായാലും നടന്നില്ല. അങ്ങനെ മാണി സാർ വളരെ ദുഃഖിതനായിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ വലിയ നാൾ നിന്നില്ലല്ലോ, ഗവൺമെന്റ് പോയി, അദ്ദേഹം ഭരിക്കുകയും ചെയ്തു.